ഉൾനാടൻ ജല ടൂറിസവും ഹെലികോപ്റ്റർ ടൂറിസവും സമ്മർ കോച്ചിംഗ് ക്യാമ്പും ഉയർത്തിക്കാട്ടി മേനിനടിക്കുന്ന പിറവം പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് സാക്ഷ്യമായി പിറവം മാർക്കറ്റ്. LDFും UDFും മാറി മാറി ഉദ്ഘാടനം നിർവഹിച്ചിട്ടും മാർക്കറ്റിലെ കച്ചവടക്കാർ ഇപ്പോഴും ദുരിതത്തിൽ. ഐവിഷൻ സ്പെഷ്യൽ സ്റ്റോറി കാണുക. നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പിറവം മാർക്കറ്റിനുള്ളത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുന്ന മാർക്കറ്റ് നവീകരണത്തിൻ്റെ ഭാഗമായി മാറി മാറി വന്ന ഭരണസമിതികളുടെ തുക്ലക്കൻ പരിഷ്കാരങ്ങളുടെ കണ്ണാടിയാവുകയാണ്. പ്രവേശന മാർഗം പോലുമില്ലാതെ കഴിഞ്ഞ LDF ഭരണസമിതി ഉദ്ഘാടന മഹാമഹം നടത്തി ഭരണനേട്ടം ആഘോഷിച്ചു. അധികം വൈകാതെ ഭരണത്തിലെത്തിയ UDF ഭരണസമിതി പുനരുദ്ഘാടന മേളയുടെ ഭാഗമായി മിനി സിവിൽ സ്റ്റേഷനും കളമ്പൂർ പാലവും ഉദ്ഘാടനം ചെയ്തതുപോലെ പിറവം മാർക്കറ്റും ഇതിൽപ്പെടുത്തി ഉദ്ഘാടനം നടത്തി. 2 സംസ്ഥാന മന്ത്രിമാരും സ്ഥലം MLAയും അടങ്ങുന്ന മഹാരഥന്മാർ വീണ്ടും ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാർക്കറ്റിൻ്റെ അവസ്ഥ കോരനെന്നും കുമ്പിളിൽ കഞ്ഞി എന്ന അവസ്ഥയിലാണ്. മാർക്കറ്റിന്റെ നിലവാരമുയർത്താൻ ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ചെയ്തില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. വാടക വർദ്ധിപ്പിച്ച് നിലവാര തകർച്ച പരിഹരിക്കുകയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടത്ര സംവിധാനമില്ലാതെയുമുള്ള മാർക്കറ്റ് സംവിധാനത്തിൽ അതൃപ്തരാണ് കച്ചവടക്കാർ. ശരിയായ രീതിയിലല്ല. ഒന്നാമെന്ന് പറയുന്നത് ശരിയായ ഒരു വഴിയൊന്നുമില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓട എന്ന് പറയുന്നത് ഓട സംവിധാനം ശരിയല്ല. അതുപോലെ തന്നെ മാലിന്യം സംസ്കരിക്കുക എന്ന് പറയുന്നത് അതിനുള്ള പ്ലാന്റ് ഉണ്ടായെങ്കിലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. കൊതുകെന്ന് പറയുന്നത് ഈ കൊതുക് ധാരാളം മാരക രോഗങ്ങൾ ഇവിടെ പരത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. യാതൊരു തീരുമാനവും ഉണ്ടാകുന്നില്ല. മാർക്കറ്റിലെ കണ്ണായ ഭാഗങ്ങൾ വൻതുക പകിടി കൈപ്പറ്റി തൽപര കക്ഷികൾക്ക് നൽകിയപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഉണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ ഇടിച്ചു നിരത്തി അശാസ്ത്രീയമായി തട്ടിക്കൂട്ടിയ മത്സ്യ മാർക്കറ്റ് കച്ചവടക്കാരുടെ മാത്രമല്ല വാങ്ങാൻ എത്തുന്നവരുടെയും ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഓടകളുടെ അപര്യാപ്തത മൂലം ഒറ്റ മഴ കൊണ്ട് വെള്ളക്കെട്ടായി മാറുന്ന മീൻചന്തയിൽ ഭൂരിഭാഗവും വനിതകളാണ്. മാർക്കറ്റിൽ ഒരു മൂത്രപ്പുര പോലുമില്ലാത്തത് ഇവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് എന്ന് പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ പകിടി നൽകിയ കച്ചവടക്കാർക്കും പരാതി തീരുന്നില്ല. സെപ്റ്റംബർ മാസം 28-ാം തീയതി 5 ലക്ഷം രൂപ പിറവം പഞ്ചായത്തിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള ആളാണ്. 5 ലക്ഷം രൂപയ്ക്ക് നാളിതുവരെ ബാങ്കിൽ നിന്നെടുത്ത പൈസയ്ക്ക് പലിശ ഇനത്തിൽ ഏതാണ്ട് 1,00,000 രൂപ വന്നു. ഇന്നേ നിമിഷം വരെ ഞാൻ എടുത്തിരിക്കുന്ന മുറിക്കകത്തേക്ക് ഒരു വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തരാൻ പിറവം പഞ്ചായത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല പ്രാവശ്യം വ്യക്തിപരമായി പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും ഞാൻ കാണുകയുണ്ടായി. ഇതേ ആവശ്യം തന്നെ മറ്റുള്ള കച്ചവടക്കാർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് വൈദ്യുതി കണക്ഷനില്ലാതെ ഒരു കച്ചവട സ്ഥാപനവും പുതുതായി ഈ മാർക്കറ്റിനകത്ത് ആരംഭിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അവിടെയും പഞ്ചായത്ത് പരാജയപ്പെട്ടിരിക്കുന്നു. എങ്കിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിമാനിക്കാം. ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി അത്ഭുതം സൃഷ്ടിച്ച് മൾട്ടിനാഷണൽ ചാനലിലൂടെ ലോകം മുഴുവൻ കാണിക്കാൻ കഴിഞ്ഞതിൽ. ഐവിഷൻ സ്പെഷ്യൽ പിറവം.